ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ട് പറയുമ്പോൾ ഒരാൾ മാത്രമല്ല, ഞങ്ങൾക്ക് 3 പേര് ഞങ്ങൾ കുറച്ചധികം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്നവരാണ്. അതിലത്തെ ഒരാളാണിത്, ശ്രുതി. പുതിയ വണ്ടിയാണ്. അങ്ങനെ അവളുടെ വണ്ടിയിൽ കയറിയിട്ട് ഞങ്ങൾ നേരെ പോയത് നമ്മൾ പെരിന്തൽമണ്ണ ബൈപ്പാസിലുള്ള മാർക്കറ്റ് സിറ്റി മോളിലോട്ടാണ്. ഇതിന് മുന്നേ ഞങ്ങൾ വെച്ചിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ ചെന്ന് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അതിന് കുറേ വർത്തമാനങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ സുഡിയോ അല്ല, മാക്സ് അല്ല, അതുപോലെ ഒരു ഷോപ്പ് അവിടെ കയറിയിട്ടത് ഇത്രയും ഡ്രസ്സസ് ഞങ്ങൾ ട്രയൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഓരോ കാണിച്ചു കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കും അല്ലേ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എടുക്കും. സുഡിയോന്ന് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ആ ഫസ്റ്റ് ഇത് കയറിയ ഷോപ്പിൽ സ്റ്റൈൽ ആൻഡ് യൂണിയൻ അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്, പക്ഷെ ഭയങ്കര റേറ്റാണ് അവിടെ. ഞങ്ങളങ്ങനെ ആ മാളിൽ നിന്ന് കുറേ ഡ്രസ്സും കുറേ സാധനങ്ങളൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. വാവാസ് മാള് ഇവിടെ പെരുന്തൽമണ്ണ കുറേ മുന്നേ ഉള്ളതാണ് കേട്ടോ. അവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ എത്ര കാലമായിട്ട് കണ്ടിട്ട്? 2 കൊല്ലം. മണിക്കൂറുടെ കല്യാണത്തിനല്ലേ കണ്ടത്? അവളെ കല്യാണം 1 കൊല്ലമായിരിക്കണം. 1 കൊല്ലം 1 മാസം അങ്ങനെ എന്തോ ആണ് കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞല്ലോ, അതിന് ഫ്രണ്ട്സാണ് കേട്ടോ. ഇതൊന്ന് സുമയ്യ, ശ്രുതി, ഇവരായിട്ടാണ് കൂടുതലായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ളത്. അതായത് ഇപ്പോഴും നമ്മൾ ഡെയിലി മെസ്സേജസ് അയച്ചിട്ടും അല്ലെങ്കിൽ റീൽസ് അയച്ചിട്ടും ഒക്കെ നമ്മളിപ്പോഴും കണക്ഷൻ ഉള്ളത് ഇവരായിട്ട് മാത്രമാണ്. ഒരുപാട് പേരുണ്ടെങ്കിലും കൂടി ഇപ്പോഴും ആ ഒരു ബോണ്ട് കീപ്പ് ചെയ്യുന്നത് ഞങ്ങൾ 3 പേരും അതെനിക്ക് തോന്നുന്നു. അങ്ങനെ അവൾ നമ്മുടെ നാട്ടിലില്ല, അബ്രോഡാണ്. അപ്പോൾ അവളെ കുറച്ച് നേരം വീഡിയോ കോളൊക്കെ വിളിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീമും പാനിപൂരിയൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ ഇരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഞാനെന്നാൽ ശരി എൻ്റെ ഹെയർ ഒന്ന് കളർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ കണ്ടിരുന്നതിന് സാസു എന്ന് പറഞ്ഞൊരു സലൂണിൽ പോയി. അവിടെ അങ്ങനെ കുറേ നേരം ഇരുന്നു. അവളും അങ്ങനെ ബോറടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം മിണ്ടാതിരുന്നപ്പോൾ പിന്നെ ഉറക്കം വന്നു തുടങ്ങി. പിന്നെ ഫുഡ് കഴിക്കേണ്ട നേരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ കുറേ നേരം ഫോൺ തോണ്ടിയിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ മുടിയുടെ പിന്നാലെ അങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം അവിടുന്ന് കളറൊക്കെ അടിച്ച് കുറേ നേരം നമുക്ക് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് 1 വർഷത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 1 വർഷത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കുറേ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു. അങ്ങനെ ഹെയർ കളറിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു 3 മണി കഴിഞ്ഞു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലേക്ക് പോയിട്ടോ. ഉച്ചത്തെ ലഞ്ച് കഴിക്കാൻ വന്നതാണല്ലേ. ഫ്രൈഡ് ചിക്കനും ഈ മൊജീറ്റോ, പാഷൻ ഫ്രൂട്ട് മൊജീറ്റോ ആണ് എടുത്തത്. ഫ്രൈഡ് ചിക്കനും വന്നിട്ടില്ല. കുടിച്ചോ, എൻ്റെ റിയാക്ഷൻ നോക്കട്ടെ എങ്ങനെയുണ്ട്. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിരിയേണ്ട നേരമായി തുടങ്ങി. അപ്പോൾ ഇനി ഒരു അടുത്ത കണ്ടുമുട്ടലിനായിട്ടുള്ള വീണ്ടും കാത്തിരിപ്പാണ്. അപ്പോൾ വിഷമത്തോടു കൂടിയാണെങ്കിലും ഹാപ്പിയാണ്, പിരിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ, ബൈ ബൈ, സീ യു.